2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോകാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. സലീംകുമാർ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ആദ്യം ഈ വീഡിയോ പ്ലേ ചെയ്യാനുള്ള കാരണം വളരെ വ്യക്തമായി തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ചില നടന്മാരിൽ സെലിബ്രിറ്റിയിൽ പ്രധാനപ്പെട്ട ആളാണ് സലീംകുമാർ. ഒരാളെ വേദനിപ്പിക്കാനോ ഒരാളെ ഒരു ഹാരാസ്മെൻറ്റ് ചെയ്യാനോ വന്ന കാലങ്ങളിൽ ഏതൊരു നടനെയോ ഡയറക്ടറെയോ ഒന്നും കുറ്റം പറഞ്ഞ് പുള്ളി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അതിൻ്റെ രീതിയിൽ പുള്ളി പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മരണത്തെ വളരെ പോസിറ്റീവായിട്ട് മരണത്തെ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത ഇതുപോലത്തെ നടന്മാരിൽ വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. അത് എനിക്ക് ഓർമ്മ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനാണ്. ഇന്നസെൻ്റ് ഏട്ടൻ ഇതുപോലെ പലപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ പുള്ളിക്ക് അറിയാമെങ്കിൽ വളരെ ചിരിച്ച് ഒക്കെ കൈകാര്യം ചെയ്ത പോലത്തെ ആളും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ചിരിച്ച് കൈകാര്യം ചെയ്ത മരണം അത് വരുന്നതാണ് എന്ന് തന്നെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ അദ്ദേഹം നല്ലത് ചെയ്തിട്ടുണ്ട്, മോശം ചെയ്തിട്ടില്ല, അതൊരു ഉറപ്പുണ്ടല്ലേ, ഭയമില്ല. അതുകൊണ്ട് തന്നെയല്ലേ അതൊക്കെ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് തന്നെ മനസ്സിലവർക്കൊരു മരിച്ചാലും കുഴപ്പമില്ല, നല്ലത് പറയാൻ ആൾക്കാർക്ക് ഉണ്ടാവുള്ള ഒരു ചിന്താഗതിയുണ്ട്. അങ്ങനെ പോസിറ്റീവായ മരണത്തെ കണ്ട ആൾക്കാരാണ്. നമുക്ക് അദ്ദേഹത്തിന് ചില വാക്കുകൾ ഇത്രയധികം മരിക്കപ്പെട്ട ഒരു മലയാളി വേറെ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊന്നത്? ആ കൊന്നിട്ട് എന്നെ വിളിക്കണം മരിക്കാന്ന് ചോദിക്കാനായിട്ട്. അത് എനിക്കല്ല, എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ദിവസം അവർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ്. എന്താണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് വലിയ വലിയ രാജ്യങ്ങൾ ആക്രമിക്കുന്നു, അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുള്ള അയൽവാസികളോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അവൻ്റെ മുതൽ കട്ടെടുക്കുന്നു. എന്താണ് എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ മരിക്കില്ല എന്ന് അഹങ്കരിക്കുകയാണ് അല്ലേ? അഹങ്കാരം എത്ര വരെയുണ്ട്? നാളെ ഈ നിമിഷം ഇത് കഴിഞ്ഞ് ഞാനോ നിങ്ങളോ ആരൊക്കെ മരിച്ചു എന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി സലീംകുമാറായിട്ട് പറഞ്ഞത് കേട്ടോ. എനിക്ക് മരണമില്ല എന്നൊരു ചിന്ത വരുമ്പോഴാണ് അവനെ ശരിപ്പെടുത്തി കളയുക, മറ്റവനെ ശരിപ്പെടുത്തി കളയുക. അപ്പം മരണം അത് എല്ലാ വേദങ്ങളും പറയുന്നുണ്ട്. മരണം വരുന്ന ആളിൽ മർത്യ എന്നൊക്കെ എല്ലാ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഒരാളെ പോലും നോക്കരുത്, കാരണം ഇത് നൈമിഷികമാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവനാണ്. ഇത് പോസിറ്റീവ് അല്ലേ? ആൾക്കാർ പറയും അത് നെഗറ്റീവാണെന്ന്. അപ്പൊ യഥാർത്ഥ നെഗറ്റീവും പോസിറ്റീവും അറിയാത്ത ആൾക്കാരാണ്. എനിക്ക് മരണമുണ്ടെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാ ഇല്ലേ? പുള്ളിയെല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. എല്ലാം നമുക്ക് നടക്കുകയാണ്. മരിക്കും, നീ മരിക്കും, ഞാൻ മരിക്കും എന്ന് പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. മരണം എന്ന് നമ്മുടെ മുമ്പിൽ കാണുക. നമ്മളൊരു മനുഷ്യരോട് പെരുമാറുമ്പോൾ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, എന്ത് കാര്യം ചെയ്താലും നാളെ ഞാനും മരിക്കും, നാളെ അവസ്ഥയിൽ എത്തുന്ന മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ആ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഇവിടെ പലരും ചെയ്തു കൂട്ടുന്നത്. ശരി, സലീംകുമാർ ചേട്ടൻ്റെ ഒരു മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കലാഭമണി ചേട്ടൻ മരിച്ചപ്പോഴുള്ള ഒരു ദുഃഖം തന്നെയാണ് നമുക്ക്. കാര്യം എന്തൊക്കെ എവിടെയൊക്കെ ഒരു നോവൽ, ഒരു വിങ്ങൽ നമുക്കുണ്ട്. അതാണ് ചിലവർ മരിക്കുമ്പോൾ നമുക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ അവർ നല്ല വ്യക്തിത്വങ്ങളായിരുന്നു തോന്നണോണ്ടാണ് നമുക്കൊരു വിങ്ങൽ തോന്നുന്നത്. നാളെ നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ ഏതെങ്കിലും കുറച്ച് ആൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കുറച്ച് ഫലമുണ്ടായി. അല്ലെങ്കിൽ നമ്മളും വെറും മണ്ണായി പോകണ ഒരു ഓർമ്മയില്ലാത്ത കുറച്ച് ആൾക്കാരായിട്ട് മാറും.